Subscribe and click the bell icon for the latest updates and notifications from the Indian Express. Rahul Gandhi has filed his nomination as the Congress candidate from Wayanad Lok Sabha seat in North Kerala. Accompanied by his sister Priyanka Gandhi and top leaders, the Congress chief also kicked off an impressive roadshow in Kalpetta, the district headquarters. But what do the locals think about their new candidate? ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം തന്നെയാണ് അവർ വയനാട്ടിലേക്ക് വന്നത്. രാഹുൽ ഇവിടെ ജയിക്കും തന്നെയാണ് പ്രതീക്ഷ. തീർച്ചയായിട്ടും 100% വിജയിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഭൂരിപക്ഷത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ നടക്കുന്നത്. വയനാട്ടിൽ റെയിൽവേ ആണ്, ഞങ്ങൾക്ക് റെയിൽവേ വേണം. പിന്നെ ആദിവാസികളുടെ മെഡിക്കൽ കോളേജ്, ആദിവാസികളുടെ രാത്രികാല നിരോധനം, അങ്ങനെ 2-3 കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഞാനിവിടെ ചുമട്ടുതൊഴിലാളിയായിരുന്നു, പിന്നെ പണി ഞാൻ കൊടുത്തതാണ്. അത് ശരി. എങ്ങനെയാണ് കോൺഗ്രസിന്റെ ചാൻസുകൾ ജയിക്കാൻ? ഇവിടെ ജയിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ ജയിക്കാന്ന് വെച്ചാൽ ഇവിടെ UDF മണ്ഡലം ഒന്നാമത്. അതെ UDF മണ്ഡലമാണ്. പിന്നെ കാര്യമായിട്ട് പോലെ ജയിക്കുള്ളൂ. ഇവിടെ LDF സാധ്യത കുറവാണ്. എന്നാലും ഭൂരിപക്ഷം എത്രത്തോളം കുറക്കാൻ പറ്റും അത്രത്തോളം കുറക്കാൻ പറ്റുന്ന അത്ര അത് കട്ടും. ഭൂരിപക്ഷം 5 ലക്ഷം ഭൂരിപക്ഷം കിട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പം തന്നെ നോമിനേഷൻ കൊടുക്കുന്ന ഇതിൽ തന്നെ ജനങ്ങൾ ഒഴുകുകയാണ്. ഇതിൽ എണ്ണാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണ് ഉള്ളത്. ആളുകൾ പിന്നെ 4 മണ്ഡലം, വയനാടിൻ്റെ പുറത്തു നിന്നുള്ള 4 മണ്ഡലം എന്ന് പറഞ്ഞാൽ വണ്ടൂര്, നിലമ്പൂര്, തിരുവമ്പാടി, ഏറനാട് നിന്നും വമ്പിച്ച, അതുപോലെ തന്നെ മറ്റുള്ള ജില്ലയിൽ നിന്നും ആളുകൾ ഇങ്ങോട്ടേക്ക് രാഹുൽ ഗാന്ധിൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേരുകയാണ്. ജനസാഗരമായിട്ട് കൽപ്പറ്റ ടൗണ് മൊത്തം നിറഞ്ഞൊഴുകുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എൻ്റെ പേര് ജോഷി. എവിടുന്നാണ് വരുന്നത്? ഞാൻ കൽപ്പറ്റ മണ്ഡലത്തിലെ നടവയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാനൊരു കൃഷിക്കാരനാണ്. ഓക്കെ, എന്ത് കൃഷിയാണ്? ഞാൻ എല്ലാ കൃഷികളുണ്ട്. വാഴ കൃഷി, ഇഞ്ചി കൃഷി, അങ്ങനെയുള്ള എല്ലാ കൃഷികളുണ്ട്. പ്രളയത്തിൽ ഞങ്ങൾക്ക് വളരെ കഷ്ടപ്പെട്ടു. ഞങ്ങളുടെ കൃഷികളും മറ്റുള്ള കന്നുകാലികളും കൃഷികളും എല്ലാം നശിച്ചു പോയി. അദ്ദേഹത്തിന് വേണ്ടി ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനോ ഒന്നുമല്ല, ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുമല്ല. പക്ഷേ രാഹുൽജി ഞങ്ങളുടെ വികാരമാണ്. ആ വികാരത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും ആൾക്കാർ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്.